ഇന്ന് കണ്ടൊരു പോസ്റ്റാണ് ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ആധാരം. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആംലത അജയ്കുമാർ. നിങ്ങളുടെ ലത ചേച്ചി നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതുപോലെ ആൻറ്റി ഇൻഫ്ലാമേറ്ററി ആണ്. നമുക്ക് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ട് ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, വയറിൻ്റെ ഇതായിട്ടുള്ള അതല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട്, നീര് വരിക അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും നന്നായിട്ട് വരുത്തുന്ന ഇഞ്ചി. ഞങ്ങളുടെ നാട്ടിൽ പറയും, നിങ്ങൾ എന്താ പറയുക, ചിലർക്ക് ഇഞ്ചിക്കറി എന്ന് പറയും, ചിലർ പുളിയിഞ്ചി എന്ന് പറയും. അതാണ്. നമുക്ക് ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ഇത് ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ്. പിന്നെ ഇത് പച്ചമുളക് ഇത്രയും വേണമെന്നില്ല, ഇത് എരിവില്ലാത്തതുകൊണ്ടാണ് കുറച്ച് കൂടുതലെടുത്തത്. ഇത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ കുറച്ച് വറ്റമുളക്, കടുക് അങ്ങനെയുള്ള സംഭവങ്ങൾ, കടുക് വറുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് കുറച്ച് കൂടുതലായിട്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 4-5 എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എരിവുണ്ടായിക്കോട്ടെ. അപ്പോൾ കടുക് വറുത്തു, മുളക് ഇട്ടു, പിന്നെ കുറച്ച് വേപ്പിലയാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതൊന്നും ആയിക്കഴിഞ്ഞാൽ, നല്ലോണം കടുക് വറുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണക്കം വന്നു കഴിയുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചി ഇടാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കേണ്ട സ്റ്റവ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇതായിപ്പോൾ കരിഞ്ഞു പോരുത്. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടെ തന്നെ ഇടാം പച്ചമുളകും. വറ ഇട്ടതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ട് ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഞാൻ എടുത്തിട്ടുള്ളതൊരു 100 ഗ്രാമോളം ഉണ്ട്. ഒരു 75 ഗ്രാമോളം പച്ചമുളക് അരിഞ്ഞത്, ഒരു 50 ഗ്രാമോളം വെളുത്തുള്ളി അരിഞ്ഞത്, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഇത് നമ്മൾ ഇത്ര എടുക്കുമ്പോൾ ഒരു 100-150ഓളം പുളിവെള്ളം എടുക്കാം. അപ്പം ഞാൻ ആക്ച്വലി ഇത് പുളിയും ശർക്കരയും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഇതിൽ തന്നെ പുളിവെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ചൊന്ന് വറ്റി കഴിയുമ്പോൾ ശർക്കര അതിനകത്തിട്ടിട്ട് ഇളക്കാനും ആവാം. റെഡി. കടുക് വറുത്ത് ഒക്കെ ഇട്ടത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കടുക് വറക്കേണ്ട കാര്യമില്ല. ഒരു നുള്ളിൽ നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം. ഉലുവാപ്പൊടിയാണ് ഇത്. ഒരു നുള്ളു കായം ഓപ്ഷണലാണ്, പക്ഷേ ഇത് ഇട്ടാൽ നല്ലതാണ്. ഒരുപാട് അറിയാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം അറിയുന്നവർക്ക് അതൊന്നും ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചെയ്യാം. നമ്മൾ ഓണക്കാലത്തൊക്കെയാണ് അധികം ഉണ്ടാക്കുക അല്ലേ. അല്ലാത്തവർക്ക് ഇത് കണ്ടിട്ട് ഉണ്ടാക്കാം, ഈസിയാണ്. ഇത്രയൊന്നും സമയം വേണ്ട. 10-15 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ഓക്കെ, അപ്പോൾ അടുത്തൊരു റെസിപ്പി അല്ലെങ്കിൽ എന്തൊരു ടിപ്പുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.